ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവ മീഡിയ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ സ്റ്റിക്ക് ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് വലിയ ചെമ്മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 4-5 പച്ചമുളക്, കരിവേപ്പില ഇത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം. നമ്മൾ ഗൾഫിൽ ഉള്ള ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ചതച്ച് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചതയ്ക്കുന്നത്. നല്ല ചെറുതായിട്ട് നല്ല നൈസിൽ ചതച്ചെടുക്കണം. എന്നാലും ഇതിന് നമുക്ക് മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടും. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്ന മസാല എന്ന് ഉദ്ദേശിച്ചാൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണ്ടി വരും. ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കുഴമ്പ ഭാഗത്തിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെമ്മീനിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ചെമ്മീനുമൊക്കെ നല്ലോണം മസാല പിടിക്കണം. ഇത് ചെമ്മീൻ നല്ലോണം മസാല പിടിച്ചിട്ട് നമുക്ക് എടുത്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് ചെമ്മീനെ എടുത്തു വയ്ക്കുക. എന്നാലേ അതുമ്പോൾ നല്ലപോലെ ഉപ്പ് പിടിക്കത്തുള്ളൂ, ഉപ്പും എരിവും ഒക്കെ പിടിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം. എന്തായാലും നമുക്ക് ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സ്റ്റിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റിക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ചെമ്മീൻ സ്റ്റിക്കിൽ കോർത്തെടുക്കാം. അപ്പം നല്ലപോലെ ചെമ്മീനും മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മസാല പറ്റിയതിന് ശേഷമാണ് ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കോർത്തെടുക്കേണ്ടത്. ഓക്കെ, നല്ലപോലെ മസാല പറ്റിയിട്ട് സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കോർത്തെടുക്കുക. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് കോർത്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം.
ചെമ്മീൻ സ്റ്റിക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നെടുത്ത് കഴിച്ച് നോക്കി, ടേസ്റ്റ് തരക്കേടില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.